കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ നായാട്ട് സിനിമയുടെ ഒരു ക്രൂ ചേർന്നെടുക്കുന്ന ഒരു പുതിയ പടം എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റർ ഷാഹി കബീർ, പുള്ളി ഒരു സിവിൽ പോലീസ് ഓഫീസർ ടേൺഡ് ഫിലിം റൈറ്ററാണ്. പുള്ളിയുടെ ഇലവേഴ പുഞ്ചിറ ആ പടം പുള്ളി തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ജോസഫ്, നായാട്ട്, ഇങ്ങനെ 3 പടം മതി പുള്ളിയുടെ ഒരു ഇത് പറയാനായിട്ട്. എനിക്ക് 3 പടം തന്നെയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ കരിയറിൽ ഉള്ളത്. അതിനുശേഷം വരുന്ന പടമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. മാർട്ടിൻ പ്രാക്കാട്ട്, നായാട്ട് സിനിമയുടെ ഡയറക്ടർ, അദ്ദേഹമാണ് ഇതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. നായാട്ട് സിനിമയിലും പിന്നീട് ഇരട്ട എന്നുള്ള സിനിമയിലും അഭിനയിച്ച ജിത്തു അഷ്റഫ്. ഇരട്ട എന്നുള്ള പടത്തിനകത്ത് ഒരു സൈക്കോ പാസ്റ്ററായിട്ട് അഭിനയിക്കുകയും നായാട്ട് എന്ന സിനിമയിൽ CA ആയിട്ട് അഭിനയിക്കുകയും ചെയ്ത ജിത്തു അഷ്റഫ് പുള്ളിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ സൈഡെല്ലാം ഭീകരന്മാരാണ്. കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടർ റോബി വർഗീസ് രാജാണ് ഇതിന്റെ അകത്ത് DOP. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ട് നല്ല പക്ക മ്യൂസിക്കാണ്. സിനിമാറ്റോഗ്രാഫി നേരത്തെ പറഞ്ഞല്ലോ, ഭീകരനാണ്. അതേപോലെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോയാണ്. ചമൻ ചാക്കോ റീസെന്റ് ഇപ്പൊ ഇറങ്ങുന്ന ഒരു 2-3 പടം ഞാൻ കണ്ടു. പുള്ളി നല്ല വർക്കാണ്, നല്ല ഒരു ഇതിലാണ് ഇപ്പൊ പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും പടത്തിനകത്ത് ഭയങ്കര വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പടത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റിംഗ് പോർഷൻ തന്നെയാണ്. ഷാഹി കബീർ പുള്ളിക്കാരന്റെ പോലീസ് സ്റ്റോറീസിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. പുള്ളിക്കാരന്റെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും പടത്തിനകത്ത് വരുന്നത്. അതേപോലെ നമ്മളെ ഗ്രിപ്പിങ്ങും ത്രില്ലിങ്ങും ആയിട്ടുള്ള സംഗതികളെ ട്വിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന തിരക്കഥയാണ് പുള്ളിയുടേത്. ഇതുവരെ കുഞ്ചാക്കോ ബോബൻ ചെയ്യാത്ത ടൈപ്പ് ഒരു റഗ്ഗഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേപോലെ പ്രിയാമണിക്ക് പുള്ളിക്കാരിയുടേതായിട്ടുള്ളൊരു നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. അതേപോലെ ജഗദീഷ്, വിശാഖ് നായർ, ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ കുപ്പി എന്നുള്ള ക്യാരക്ടറാണ് ഇതെന്ന് തോന്നുന്നു. വിശാഖ് നായരുടെ പുള്ളിയുടെ അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. പുള്ളി ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇറങ്ങിയ പുള്ളിയുടെ പടങ്ങൾ വളരെ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് പടങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ പടത്തിനകത്ത്. പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ എന്ന് തന്നെ പറയാം. നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട് അതിനകത്ത്. റംസാൻ അഭിനയിക്കുന്നുണ്ട്, നമ്മളെ ഡാൻസർ. സോ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തേക്കുന്ന ഒരു ഗംഭീര ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, അതിനകത്ത് തന്നെ ഫാമിലി ഇമോഷൻസ്, അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്ക് ഇതാണ് ഓക്കെ, ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനകത്ത് ട്വിസ്റ്റുകൾ റിവീൽ ആയി വരുന്നതും അത് ഇങ്ങനെ ഒന്ന് വിട്ട് വരുന്നതും ഓക്കെ, ലൈക്ക് ഓ ഇത് ഗംഭീരമായിട്ടുണ്ടല്ലോ, ഓ ഇത് കൊള്ളാലോ എന്നൊക്കെയുള്ള തോന്നലുണ്ട്. ലൈക്ക് ഷാഹി കബീറിന്റെ പടങ്ങളിൽ റിയലിസ്റ്റിക് സംഗതികൾ നമ്മൾ ഓക്കെ ഇത് ഇങ്ങനെ കണക്കായിരിക്കാം എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ മുൻ സ്ക്രിപ്റ്റുകളിൽ നിന്നും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ കൂടെ ഭയങ്കര ഒരു കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് സംഗതികൾ ഇതിനകത്ത് കൊണ്ടുണ്ട്. ഒരു ട്വിസ്റ്റിന് വേണ്ടി ട്വിസ്റ്റ് എന്നുള്ളതല്ല, പക്ഷെ ട്വിസ്റ്റ് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ അതൊരു ബെറ്റർ രീതിയിൽ തന്നെയാണ്. അതായത് കുറെ കൂടെയൊക്കെ സിനിമാറ്റിക് സംഗതികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റത് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പടങ്ങളെല്ലാം. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ സിനിമാറ്റിക്, ലൈക്ക് ഒരു ഹീറോയിക് മൊമെന്റ്, ഫൈറ്റ് സെക്ഷൻ ആയിക്കോട്ടെ, അതിങ്ങനെ ഹാൻഡ് കോമ്പാക്ട് വരത്തക്ക രീതിയിലുള്ള സംഗതികളും ഒരു നായകന്റേതായിട്ടുള്ള പരിവേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിയേറ്ററിൽ മൊമെന്റ്സ് എന്ന് പറയാം, നമ്മൾ ആ ഒരു വിസിലടി നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, വില്ലൻ ഇപ്പോൾ ഒരു അടി കിട്ടണം എന്നുള്ള ആ ഒരു മൊമെന്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ വൈസും നല്ല രീതിയിൽ വർക്കായി എന്ന് തന്നെ പറയാം. ഇതിനകത്ത് വില്ലന്മാരെയൊക്കെ കാണിക്കുന്നത് പഴയ 90s പടത്തിനകത്തുള്ള ഡ്രഗ് അധികമായിട്ട് എടുക്കുകയും ആരെ കണ്ടാലും കൊല്ലുകയും വിട്ടുകയും ഒക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് അങ്ങനത്തെ ഉള്ളൊരു വില്ലൻ ഗ്യാങ് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു 90s ഒരു ടെംപ്ലേറ്റ് വില്ലൻ ഗ്യാങ് തന്നെയാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ആവശ്യത്തിന് ഈ പറഞ്ഞ കണക്കുള്ള ഡാർക്ക് BGM-ഉം ക്യാമറ സജഷൻസും അങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ടെംപ്ലേറ്റ് പരിപാടിയാണ് പിടിക്കുന്നതെങ്കിൽ പോലും പടം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് വൈസ് എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഒരു റിതം കീപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ലൈക്ക് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല, എന്നാൽ നമ്മളത് കണ്ടിട്ടുള്ള സാധനം തന്നെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ അതൊരു അതിന്റെ പാക്കേജിങ് കുറച്ചുകൂടെ പുതിയതായതുകൊണ്ട് നല്ല രസമായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് തോന്നിയത്, ഈ പടത്തിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടിരുന്നത് ബ്രൊമാൻസ് എന്നുള്ള മൂവിയാണ്. ആ ബ്രൊമാൻസ് പടത്തിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ നായകപക്ഷം എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്ങിലുള്ള ആളുകളിൽ ഈ സൈക്കോട്രോപിക് ഡ്രഗ്സ് യൂസ് ചെയ്യുകയും സംഗതികൾ യൂസ് ചെയ്യുകയും അതൊരു ഫണ്ണായിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ലൈക്ക് അതൊരു BGM-ഉം കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അവർ റേവ് പാർട്ടിക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഫണ്ണായി ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്തും കാണിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് ഇത് എടുത്ത് കാണിക്കുന്നത് പോലെ തോന്നി. പക്ഷെ ഇതേ സംഗതികൾ തന്നെയാണ് ഈ പടത്തിനകത്ത് വില്ലൻ ഗ്യാങ്ങിനെ പോർട്രേ ചെയ്യുന്നതും. ഈ ഒരു സൈക്കോട്രോപിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീടും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ. പക്ഷെ ഇതിനകത്ത് BGM-ഉം
ഡാർക്ക് പരിപാടികളൊക്കെ വന്നിട്ട് ഇവരിങ്ങനെയാണ് എന്നുള്ള നിലയിൽ കാണിക്കുന്നത്. പക്ഷെ ഞാനത് അടുത്തടുത്ത് കണ്ട 2 പടങ്ങളിൽ ഒരു കോൺട്രാസ്റ്റ് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കിയായിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള മൂവി തിയേറ്റർ വാച്ച് എന്നുള്ള നിലയിൽ ഒരു വർത്ത് വാച്ചിങ് മൂവി തന്നെയാണ്. ലൈക്ക് ഇതൊരു നായാട്ട് പോലെ അല്ലെങ്കിൽ ഇലവീഴ പുഞ്ചിറ പോലെ വളരെ സെറ്റിലായിട്ട് കഥ പറയുന്ന ഒരു സംഗതിയല്ല. കുറച്ച് കെയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്റർടൈൻമെന്റ് വാല്യൂ കൂട്ടിക്കൊണ്ട് തന്നെയാണ് പടം ചെയ്തിരിക്കുന്നത്. നിങ്ങളും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ബൈ.